ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇപ്പോൾ മാംഗോയുടെ സീസൺ തീരാറായി. പക്ഷേ ഇപ്പോൾ നല്ല മധുരമുള്ള മല്ലിക്ക മാങ്ങ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ വരുന്ന സീസണ്. അപ്പോൾ ആ മാങ്ങ എടുത്തിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കേണ്ട ഒരു സ്വീറ്റ് ഡിഷാണിത്. നമ്മുടെ അരി കൊണ്ട് ഉണ്ടാക്കുന്ന, കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഹൈദരാബാദി ഒരു സ്വീറ്റ് ഡിഷാണ്, മാംഗോ ഡിഷാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനായിട്ട് നെയ്ച്ചോറിൻ്റെ അരിയില്ലേ നമ്മുടെ, അത് ഞാൻ 1/4 കപ്പ് അരി എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല വേവേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാനില്ലേ പശുവിൻ പാലല്ല, തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചത്. ഇപ്പോൾ അരി നല്ല വെന്ത് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്, ഗ്യാസൊന്നും ഞാൻ ഓണാക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1ാം പാലും കൂടി ഞാൻ ഒഴിക്കുന്നത്. ഇത് ഒരു തേങ്ങയുടെ മൊത്തം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 ലിറ്റർ പാലോളം വരും. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൊടി എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ സ്ലറി ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ നല്ല നേരിയതായിട്ടുള്ള നല്ല ഒരു തിന്നായിട്ടുള്ള സെവയ്യാൻ വരുന്നില്ലേ, സേവ് എന്ന് പറയുന്നത്, അത് ഞാൻ കൈ കൊണ്ട് തന്നെ ക്രഷ് ആക്കിയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് സേവാണ്, അതുകൊണ്ട് ഞാനിത് ഫ്രൈ ആക്കാനൊന്നും പോയിട്ടില്ല. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഞാൻ മിക്സ് ആക്കുക. എന്നിട്ടാണ് തീ ഓൺ ആക്കിയിട്ട് ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ എല്ലാം കൂടി ഒന്നിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ആദ്യമേ വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിന് മധുരത്തിനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് മാത്രം. പിന്നെ ഇതിൽ ഫ്രഷ് ക്രീം ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ് ക്രീമിൻ്റെ പാക്കില്ലേ, ഇത് ഞാൻ മൊത്തത്തിൽ അങ്ങ് യൂസ് ആക്കുന്നുണ്ട്. ഇത് 1/4 കപ്പ് അരിയിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ആദ്യം പകുതി മാത്രം ഞാനിത് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പകുതി നമ്മുടെ മാങ്ങയില്ല, അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പോകുന്നുണ്ട്, അപ്പോഴേക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മിൽക്ക് മെയ്ഡും കുറച്ച് ആഡ് ആക്കുന്നുണ്ട്. മധുരം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അങ്ങനെ നല്ലോണം തിക്കാക്കിയിട്ട് കുറുകിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ച് കൊടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മുടെ മാങ്ങ പ്യൂരി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങയുടെ കൂടെ പകുതി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രഷ് ക്രീമും കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. അപ്പോഴേക്കുമില്ലേ ഈ ടൈറ്റ്നെസ് കുറച്ചും കൂടി ലൂസാവും. പിന്നെ ഇത് തണുത്തുകൊണ്ട് പോകുമ്പോൾ ഇല്ല, കുറച്ചും കൂടി ലൂസായിക്കൊണ്ട് പോകും, കാരണം മാങ്ങയല്ലേ ചേർക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഏകദേശം ലൂസായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മൊത്തത്തിൽ അങ്ങ് തണുത്ത് കഴിയുമ്പോൾ പിന്നെയും ലൂസാവും. പിന്നെ ഇതില്ലേ കഴിക്കുമ്പോൾ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കണം, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇല്ല മാങ്ങയുടെ കുറച്ച് ക്യൂബ്സ് കട്ടാക്കിയിട്ടും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ പായസം ഇങ്ങനെ കഴിക്കുമ്പോൾ ആ മാങ്ങയുടെ പീസസൊക്കെ കിട്ടും. അതും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം തണുപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും മാങ്ങയുടെ ഈ ഒരു പായസം എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് കാണാം. താങ്ക്